ഉരുൾപൊട്ടൽ കേരളത്തിലെ ഒരു വലിയൊരു പ്രതിഭാസമായി മാറിയിട്ടുണ്ട്. എന്താണ് ഈ ഉരുൾപൊട്ടലിന്റെ ഒരു തത്വശാസ്ത്രം? ഉരുൾപൊട്ടൽ 2-3 തരത്തിലുണ്ട്. ഒന്ന് മണ്ണൊലിപ്പുണ്ട്, ലാൻഡ് ഇറോഷൻ. അത് തീരദേശത്തുണ്ട്, ഇടനാട്ടിലുണ്ട്, മലനാട്ടിലുമുണ്ട്. എവിടെയെങ്കിലും ഒരു സ്ലോപ്പ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ചരിവിന് ഡിഫറൻസ് ഉണ്ടെങ്കിൽ മണ്ണൊലിച്ചു പോകും മഴവെള്ളം വീഴുമ്പോൾ. അല്ല പരന്നാണ് കിടക്കണമെങ്കിൽ അവിടെ കെട്ടി, ഇപ്പം കുട്ടനാട് പരന്ന് കിടക്കുന്ന സ്ഥലമാണ്, അവിടെ കെട്ടിക്കിടക്കും. കുളം പരന്ന് കിടക്കുന്ന അവിടെ കെട്ടിക്കിടക്കും. നദി ചരിവാണ്, അതുകൊണ്ടാണ് അത് ഒഴുകിപ്പോകുന്നത്. വ്യത്യാസമുണ്ട്. സിമ്പിളാണ്, നമുക്ക് പഠിക്കാൻ വളരെ രസമല്ലേ. നദി ചരിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് വെള്ളം ഒഴുകിപ്പോകും. കായലും കടലുമൊക്കെ, കായലും പുഴയും തടാകവും ഒക്കെ പരന്ന് കിടക്കുന്നത് അവിടെ വെള്ളം ഒരുപാട് കെട്ടിക്കിടക്കും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഈ ഒഴുകിപ്പോകുന്ന വെള്ളത്തിന് ചരിവ് കൂടുന്നതിനനുസരിച്ച്, ആരാണ് വില്ലൻ? ചരിവാണ് കേട്ടോ. ഇവിടെ നായകൻ മഴയാണെങ്കിൽ ചരിവ് നായിക എന്ന് പറയാം. നായിക മഴയാണെങ്കിൽ നായകൻ സൂര്യനാണ്, നായിക മഴയാണ്. വില്ലനാണ് ഈ ചരിവ്. ചരിവ് കൂടുന്നതിനനുസരിച്ച് മണ്ണിൻ്റെ ആഴം കുറയും, പാറയുടെ ഘടനയിലും വ്യത്യാസം വരും. ഡെപ്ത് ബെഡ് റോക്ക് എന്ന് പറയാം. തപ്തശിലയിലേക്കുള്ള, ആഴശിലയിലേക്കുള്ള, അല്ലെങ്കിൽ ശിലയിലേക്കുള്ള ആഴം. നമ്മൾ ഇവിടെ കുഴിച്ചു നോക്കിയാലും പാറ കാണും. നിരന്ന സ്ഥലത്ത് കുഴിച്ചാലും കുറേ താഴോട്ടൊക്കെ പോകുമ്പോൾ പാറയും അല്ലെങ്കിൽ കട്ടിപ്പാറയൊക്കെ കാണും, ലാറ്ററൈറ്റിൻ്റെ ഒക്കെ. അതേസമയം നമ്മൾ മലകളിലേക്ക് പോയാൽ അത് എക്സ്പോസ് ചെയ്ത് നിൽക്കും. ആ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന മലകൾക്കിടയിൽ കുറച്ച് മണ്ണേ ഉണ്ടാവുള്ളൂ. ഈ മണ്ണിനെയും പാറയെയും ഈ ബോൾഡറേയും ഇതിനെല്ലാം പിടിച്ച് ബലപ്പെടുത്തി നിർത്തുന്നത് വലിയ മരങ്ങളാണ്, ആഴത്തിൽ വേരുള്ള മരങ്ങളാണ്. ആഴത്തിൽ വേരുള്ള മരങ്ങളുടെ ഒരു പ്രത്യേകത, അതൊരു അതിർത്തി പോലെ, ഫെൻസിങ് പോലെ ഈ മണ്ണിനെയും വെള്ളത്തെയും അവിടുത്തെ പാറയും എല്ലാം ഇങ്ങനെ ഉരുക്ക് പോലെ പിടിച്ചു നിർത്തുമെന്ന് മാത്രമല്ല, മോൾത്തലപ്പ്, ആഴത്തിൽ വേര് പോകുന്ന ഒരു മരത്തിന് മോൾത്തലപ്പും വളരെ വലുതായിരിക്കും, ആൽമരം പോലെ. ആ മോൾത്തലപ്പിൽ വലിയ രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് മഴവെള്ളം വന്നാൽ എത്ര ശക്തിയിൽ വന്നാലും അതിനെ അവൻ പിടിക്കും, അവിടെ തടയും. ശക്തി കുറഞ്ഞാൽ താഴെ വീഴുകയുള്ളൂ. ഈ ആവാസ വ്യവസ്ഥ മാറി. ഇപ്പൊ വയനാടിലെ ചേമ്പ്രാമലകളുടെ ആവാസ വ്യവസ്ഥ മാറി. അപ്പൊ കുടുങ്ങിയിരിക്കുകയാണ്, പഴുത്തിരിക്കുകയാണ് മലകൾ പലതും. അപ്പൊ പശ്ചിമഘട്ട മലനിരകളിൽ 10 ഡിഗ്രിയിൽ കൂടുതൽ ചരിവ്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് 10 ഡിഗ്രി എങ്ങനെ മനസ്സിലാവും? ഞാൻ വളരെ ലളിതമായി പറയാം കേട്ടോ. നമുക്കിപ്പോൾ രാവിലെ എണീച്ചിട്ട് ഒരു കർഷകനോ വീട്ടമ്മയോ വിദ്യാർത്ഥിയോ 10 ഡിഗ്രി അളക്കാൻ പറ്റുമോ? ഇത്രയേ ഉള്ളൂ. നമ്മൾ നടന്നു പോകുമ്പോൾ, ഇവിടെ നിരപ്പായ സ്ഥലത്തല്ല, തേരി മീൻസ് ചരിവിലേക്ക് നടന്നു പോകുമ്പോൾ നമുക്ക് ക്ഷീണിക്കുന്ന ഒരു സ്ഥലം, ഒരു വലിയ ആരോഗ്യമുള്ള ജിമ്മിലൊക്കെ പോണ മുട്ടയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കാര്യമല്ലേ പറയണം, ശരാശരി മനുഷ്യൻ്റെ കാര്യമാണ്. ശരാശരി മനുഷ്യൻ ഒരു നടന്നു പോകുമ്പോൾ ഒന്ന് ക്ഷീണിക്കും. ഫസ്റ്റ് ക്ഷീണമാണ്, ഒന്ന് നിൽക്കാം എന്ന് തോന്നുന്ന ഒരു ചരിവുണ്ടല്ലോ. ആ ഒരു ചരിവ് പിള്ളേരൊക്കെ ആണെങ്കിൽ ഓടിക്കയറിപ്പോവും. ഈ ഓടിക്കയറിപ്പോരുന്നു, അല്ല ഈ മല ഞാൻ ഓടിക്കയറും എന്ന് പറഞ്ഞ് കയറിയാൽ നമ്മളും കയറിപ്പോവും. ഇവിടെ ജാതിയിലൊക്കെ ആളുകൾ പോകുന്നില്ലേ? അങ്ങനല്ല, ഒരു നോർമലായി ഒരു വാശിയും വൈരാഗ്യവും അഹങ്കാരവും കോംപ്ലക്സും ഒന്നും എടുക്കാതെ, മലയോയെ വെല്ലുവിളിക്കാതെ മര്യാദയ്ക്ക് നടന്നു കയറിയാൽ ഒന്ന് നിൽക്കാൻ തോന്നുന്ന, ജസ്റ്റ് ഒന്ന് നിൽക്കണമെന്ന് ബോഡി പറയുന്ന ഒരു സ്ഥലം എന്ന് എത്തിയെന്ന് വിചാരിക്കുക. ഒരു ചരിവിലേക്ക് നടക്കുമ്പോൾ അത് കണക്കാക്കിയാൽ മതി, മനുഷ്യന് പെട്ടെന്ന് മനസ്സിലാവാം. ഒരു 10 ഡിഗ്രി ചരിവ്, പിന്നെ വീണ്ടും 20 ഡിഗ്രി ചരിവുണ്ട്, 30, ഇങ്ങനെ ചരിവുണ്ട്, പല തരത്തിലുണ്ട്. സീറോ സ്ലോപ്പുണ്ട്, കുട്ടനാട് പോലുള്ള സ്ലോപ്പിന് താഴെയുള്ളതുണ്ട്. ഒരു സമതലത്തിന് താഴെയുണ്ട്, സ്ലോപ്പേ ഇല്ല. പിന്നെ മൈക്രോ ലെവൽ സ്ലോപ്പുണ്ട്, പിന്നെ എന്താണ് പിന്നെ മെസാ ലെവൽ, ഇങ്ങനെ പല ലെവലാണ്. ഹൈ സ്ലോപ്പ്, വെരി ഹൈ എന്ന പല സ്ലോപ്പുകളാണ്. ഇത് 5%, 5 ഡിഗ്രി, 10 ഡിഗ്രി ഇങ്ങനെ പോവും. 20 ഡിഗ്രിക്ക് മുകളിലൊക്കെ ആയി കഴിഞ്ഞാൽ വലിയ സ്ലോപ്പാണ്. ശതമാനത്തിൽ സ്ലോപ്പ് പറയും, ഇത്ര ശതമാനമാണ് സ്ലോപ്പ്. അത് പ്രദേശത്തിൻ്റെ സ്ഥലം കൂടെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ശതമാനത്തിൽ സ്ലോപ്പ് പറയും, ഡിഗ്രിയിൽ സ്ലോപ്പ് പറയും. അപ്പം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരു 10 ഡിഗ്രിക്ക് മുകളിലായാൽ, അല്ലെങ്കിൽ 15 ഡിഗ്രിക്ക് മുകളിലായാൽ അവിടെ തെങ്ങ് പോലുള്ള കൃഷി ഇനി ചെയ്യരുത്. പണ്ട് ചെയ്തിരുന്നു, വലിയ മരങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഇതൊക്കെ ചെയ്തിരുന്നു. പരന്ന മഴയായിരുന്നപ്പോൾ ഇതൊക്കെ ചെയ്തിരുന്നു, ഒരു കുഴപ്പമില്ല. കൂമ്പാര മഴയായി കഴിഞ്ഞതുകൊണ്ട് ഇനി തെങ്ങ് പോലുള്ള കൃഷി മലനാട് പ്രദേശത്ത് പ്രായോഗികമല്ല. കപ്പ ഒരു കാരണവശാലും ചെയ്യരുത്, ഇഞ്ചി ഒരു കാരണവശാലും ചെയ്യരുത്, മണ്ണിളക്കമുള്ള ഒരു കൃഷിയും ഇനി മുകൾ ഭാഗത്ത് ചെയ്യരുത്. ചെയ്താൽ ഉരുൾപൊട്ടൽ കൂടും.
ചെയ്തില്ലെങ്കിലും ഉരുൾപൊട്ടും. ഉരുൾപൊട്ടൽ വേറെയാണ് കഥ കേട്ടോ. പക്ഷെ ഉരുൾപൊട്ടലിന്റെ ആഘാതം കൂടുന്നത് ഇത് ചെയ്യുമ്പോഴാണ്. ഇനി വേറെയും ഉണ്ട് അടുത്ത കഥ. മണ്ണളക്കമുള്ള കൃഷിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. സ്വാഭാവിക വനത്തെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ മനസ്സിലാക്കൂ, കോറികൾ എടുത്തിട്ട് ആ കോറികൾ മൂടാതെ പോയി അതിനകത്ത് വെള്ളം കിടക്കുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട് മലനാട്ടിൽ, പശ്ചിമഘട്ടത്തിൽ. കോറി എടുത്തു, സമ്മതിച്ചു. കോറി കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് വെള്ളം കെട്ടി കിടക്കുകയാണ്. അതിനകത്തൊരു ഫ്രാക്ചർ ഉണ്ടെങ്കിൽ, ഒരു ഫിഷർ ഉണ്ടെങ്കിൽ, ഒരു ഫിഷല്ല ഒരു ഫിഷറാണ്, ഫ്രാക്ചർ ഉണ്ടെങ്കിൽ അത് താഴേക്ക് പോകും വെള്ളം. ഓരോ കോറി ഉണ്ടാക്കുന്നതിനും റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ടിപ്പർ ലോറി പോകാനായിട്ട്. ടൺ കണക്കിന് പാറയുമായിട്ടാണ് ടിപ്പർ ലോറി ഇറങ്ങി വരുന്നത്. അത് കുടിക്കാണ്, ഭൂമിയെ കുടിക്കാണ് ഇറങ്ങി വരുന്നത്. ഈ വരുന്ന വഴിക്കെല്ലാം കോറി ഇരിക്കുന്ന സ്ഥലം ഓക്കെ, പാറയുണ്ട്, ഉറപ്പുള്ള സ്ഥലമായിരിക്കും, എങ്കിലല്ലേ പാറ കാണുള്ളൂ അവിടെ. പക്ഷേ ഈ വരുന്ന മലകൾ, പോകുന്ന മലകളുടെ പല ഭാഗങ്ങളും ഇടിഞ്ഞിടിഞ്ഞ് ചെറിയ ചെറിയ റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഈ റെയിൽസ് അല്ല, റിൽസ് ഒക്കെ ഉണ്ടാവും. അതായത് ഈ നള്ളകളുണ്ടാവും, നള്ളകളുണ്ടാവും, ചെറിയ സ്ട്രീംസ് ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരു വണ്ടി ഇങ്ങനെ സ്ഥിരമായിട്ട് പോകുമ്പോൾ, ടാർ ചെയ്ത സ്ഥലമല്ലല്ലോ, കാട്ടിനകത്ത് ആരും ടാർ ചെയ്തിട്ടില്ലല്ലോ, അവർ അഡ്ജസ്റ്റ് ചെയ്ത് മണ്ണിൽ കൂടെ പോണതല്ലേ. അപ്പൊ ചെറിയ ചെറിയ കുഴികളുണ്ടാവും, ചെറിയ ചാലുണ്ടാവും. ചെറിയ ചാലല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ മിണ്ടാതിരിക്കും. മുകളിൽ ചെറിയ ചാലായിരിക്കും, പക്ഷെ അകത്തോട്ട് അവൻ വലിയ ആഴത്തിലായിരിക്കും ഈ വെള്ളം ഇറങ്ങി അകത്തോട്ട് പോകുന്നത്. മണ്ണ് ചിലപ്പോൾ അവിടെ കാണും, മുകളിൽ കാണും. ചില സ്ഥലത്ത് മണ്ണും എടുത്തുകൊണ്ട് പോകും, മണ്ണും എടുത്തുകൊണ്ട് വേറെ റോഡ് ചീത്തയാവും. മണ്ണെടുക്കാതെ പൈപ്പ് പോലെ വെള്ളം അകത്തിറങ്ങി പോകും. ഈ പോണ വെള്ളം എന്താ ചെയ്യുക? പോണ സ്ഥലത്തെല്ലാം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടാണ് പോണത്. ഭൂമിക്കടിയിൽ, ഈ പാറയ്ക്കടിയിൽ അല്ലെങ്കിൽ ഈ മണ്ണിനടിയിൽ, പാറയും മണ്ണുമായിട്ടുള്ള സ്ഥലത്ത് വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടാണ് ആശാൻ പോണത്. അങ്ങനെ പോകുന്ന കൂട്ടത്തിലാണ് ലൂസായി പെബിൾസും പാറയും മണ്ണുമൊക്കെ ഇരിക്കുമ്പോഴാണ് അടുത്ത മഴ വരുന്നത്. സിമ്പിളാണ് കേട്ടോ, ഇത് പഠിക്കാൻ നല്ല രസമാണ്. അടുത്ത മഴ വരുമ്പോൾ ഈ ആദ്യത്തെ മഴ ഇറങ്ങിയ ആ ഹോളുകളിലൊക്കെ വീണ്ടും മഴ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ എന്താണ്, പൈപ്പ് റോഷൻ പോലെ ഇതങ്ങ് താഴെ പോവും, പൈപ്പിംഗ് പ്രോസസ്സ് പോലെ. ചിലപ്പോൾ ഇത് പാരലായിട്ടും പോകും, ചിലപ്പോൾ ഇത് പല ഡയറക്ഷനിലും പോകും. ആ ഡയറക്ഷൻ അനുസരിച്ച് ഉരുൾപൊട്ടൽ ഉണ്ടാകും. മണ്ണിടിച്ചിൽ എന്ന് പറഞ്ഞാൽ മണ്ണിടിഞ്ഞു പോകുന്നതാണ്. മണ്ണിടിച്ചിൽ മഴ കഴിഞ്ഞും ഉണ്ടാകാം, മഴ തോർന്നാലും മണ്ണിടിച്ചിലുണ്ടാകാം. ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ കാറ്റുണ്ടാവും, ശക്തമായ മഴയുണ്ടാകും, പിന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ സിമ്പൽ കാണിക്കും. പുഴകൾ ഒരു 2 ദിവസം മുമ്പെങ്കിലും പുഴ കലങ്ങും. കാരണം അതിനു മുമ്പേ ചെറിയ ചെറിയ മണ്ണ് മോളി, മേൽമണ്ണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരുപാട് മേൽമണ്ണ് വന്നതിന് ശേഷമാണ് ബാക്കിയൊക്കെ പൊട്ടി വരുന്നത്. അപ്പോൾ മേൽമണ്ണ് വരുന്നതനുസരിച്ച് പുഴ കലങ്ങും, പക്ഷിമൃഗാദികൾ ബഹളം കാണിക്കും, വീട്ടിലെ തത്തയും പൂച്ചയും ഒക്കെ വ്യത്യാസം കാണിക്കും. ആ പ്രകൃതിയിൽ എന്തോ ബഹളം വരാൻ പോകണമെന്ന്. അപ്പോൾ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ അതിനെ ട്രിഗർ ചെയ്യുന്നത്, അതിൻ്റെ ആഘാതം കൂട്ടുന്നത്, ഉരുൾപൊട്ടലിനെ വലുതാക്കുന്നത്, അതിൻ്റെ ദുരന്തം കൂട്ടുന്നതിൽ മനുഷ്യന് വലിയ പങ്കുണ്ട്. അശാസ്ത്രീയമായ ഭൂവിനിയോഗം, അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണം, അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം, അശാസ്ത്രീയമായ കോറി, ഞാൻ അങ്ങനെയാണ് പറയുന്നത്, അശാസ്ത്രീയമായ കോറി, അശാസ്ത്രീയമായ കുളം നിർമ്മാണം, മലകളിലെ ഇതെല്ലാം പ്രശ്നമാണ്. അപ്പോൾ കൃത്യമായി ഉരുൾപൊട്ടൽ മനുഷ്യ ഇടപെടൽ കൂടിക്കൊണ്ട് ഉരുൾപൊട്ടുന്നുണ്ട്, അതിൻ്റെ ആഘാതം കൂടുന്നുണ്ട്. അതുകൊണ്ട് മലകൾ, ഉരുളുകൾ വരാൻ ഇനി ഒരുപാട് കാത്തിരിക്കേണ്ട. കേരളത്തിലെ മലകൾ ഉരുളുകൾക്കായി ഉരുണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്.